അപ്പോൾ റാം ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കുറച്ചൊരു എണ്ണ ഒന്ന് പാർന്ന് നോക്കണ്ട അതിൻ്റെ മുകളിൽ കൂടെ. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അടുത്ത് ഈ ഒരു ബോക്സിൽ ഒരു റാം ഉണ്ട്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 GB റാമുണ്ട്, റാൻഡം ആക്സസ് മെമ്മറി. ഇത് പൊട്ടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ റാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് റാം എന്ന് പറയുന്ന സംഭവം. ഇത് കാണുന്നുണ്ടോ? ഇതാണ് റാം. അപ്പോൾ ഇതൊരു 1 GB റാമാണ്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു സംഭവമാണ് നമ്മളെ എന്താ പറയുക 1 GB 2 GB റാം എന്നൊക്കെ പറഞ്ഞിട്ട് കാൽക്കുലേഷൻ ചെയ്യണില്ലേ, 8 15 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു റാമാണ് ഈ ഒരു സംഭവം. ഇതാണ് ഇത് നമ്മളെ ഫോണിൻ്റെ റാമല്ല, ഇതുപോലെ തന്നെ നമ്മളെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഉള്ളിലുണ്ടായിരുന്ന, അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുണ്ടാവുന്ന റാമാണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മളൊന്ന് ഓംലേറ്റ് അടിക്കാൻ പോവാണ്. അങ്ങനെ ഉണ്ടാവും, പൊടിക്കൂലേ? നിങ്ങളിപ്പോൾ ചിന്തിക്കണ്ടാവും എന്താ ഈ പിരാന്ത് എന്താ പറയണല്ലേ. അപ്പോൾ ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓംലേറ്റ് ചെയ്തിട്ട് അടിക്കാൻ പോവാണ്. അതായത് ഇത് നമ്മൾ തീയിട്ടിട്ട് പൊളിക്കാൻ പോവാണ്. ഇത് എന്നിട്ട് എന്താവണം ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് എണ്ണയിലിട്ടിട്ട് പൊരിക്കണം റാമിനെ നമ്മൾ. ഓക്കെ, മലയാളത്തിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിക്കണമെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് 100ാമത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് വേണം. അപ്പോൾ ഇത് നമ്മൾ പൊരിച്ചിട്ട് കരിക്കാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ ഇങ്ങനെ ഇവൻ ഓംലേറ്റ് അടിക്കണം അല്ലേ, റാം കൊണ്ട് എങ്ങനെ ഓംലേറ്റ് അടിക്കാന്നല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റാം ഓംലേറ്റ് ആണ്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ നമ്മളെ റാമുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ അടുത്തുള്ള മുട്ടയുണ്ട്. അപ്പോൾ എഗ് ആൻഡ് റാം, അതായത് റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്, മുട്ടയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ റാം ഹീറ്റായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, പൊട്ടിത്തെറിക്കും. അതായത് ഇത്രയും ഐസിയും കാര്യങ്ങളും ഉണ്ട് ഇതിൽ. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 ഇപ്പോൾ അപ്പുറത്ത് കൊണ്ടുപോകുമല്ലോ, 16 ഐസിൻ്റെ മുകളിൽ ഈ ഒരു സംഭവത്തിലുണ്ട്. ഓക്കെ, അതിൻ്റെ അനുസരിച്ചിട്ട് കപ്പാസിറ്ററും റെസിസ്റ്ററും ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ പാടെ ഹീറ്റായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. പിന്നെ വേറൊരു സംഭവം ഉള്ളത്, വീട്ടിൽ ആരും ഇല്ല, അതുകൊണ്ടാണ് ധൈര്യത്തോടെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. അല്ലാതുണ്ടെങ്കിൽ വീട്ടിൽ സമ്മതിക്കില്ല. പിന്നെ അതല്ല എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്കെന്താ പിരാന്താണെന്ന് വരെ ചിന്തിച്ച ആൾക്കാരുണ്ട്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ എൻ്റെ ക്യൂരിയോസിറ്റിയാണ്, എനിക്കിങ്ങനെ ചെയ്യണം തോന്നുന്നുണ്ട്, അപ്പോൾ ഞാനിങ്ങനെ ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാൻ ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഹീറ്റായി കഴിഞ്ഞാൽ എന്താവുന്നില്ല എനിക്ക് കാണണം, അപ്പോൾ ഞാൻ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മളൊന്ന് ഓംലേറ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓംലേറ്റ് അടിക്കാനൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പോകാം നമുക്ക്. നമ്മൾ ഓംലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്തിനാ പ്ലേറ്റ് എന്ന് വെച്ചാൽ, ഈ ഒരു മുട്ട ഉണ്ടല്ലോ, നമ്മളെ മുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് പാരണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ദൈവമേ പൊട്ടിച്ച് കയ്യിലൊരുമാതിരി ഈ ഒരു മുട്ടയ്ക്ക് ഉണ്ടല്ലോ, ഒരുമാതിരി മുട്ട മണമാണ്, അതായത് ഒരു മൂഞ്ചിയ മണമാണ്. എനിക്ക് ഈ ഒരു മണം തീരെ സഹിക്കില്ല. അപ്പോൾ ജസ്റ്റ് എടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പിടണം അല്ലേ. അപ്പോൾ ആദ്യമായിട്ടാണ് മുട്ട ഉപ്പിട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓംലേറ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ്. ഒരു മുളകും പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് കേട്ടോ, ഇതൊക്കെ പാടെ കൂട്ടിയിട്ടുണ്ട് ഇളക്കണം അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ നല്ല രീതിക്ക് ഇളക്കുകയാണ്. അയ്യോ എന്താല്ലേ, അടിപൊളിയാവില്ലേ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരുമാതിരി വീഡിയോ, ഇങ്ങനത്തെ ഓരോരോ സൈക്കോളജി വീഡിയോസാണ് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. അതൊക്കെ പോയിട്ട് നോക്കുക.
അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതായത് അതൊന്ന് പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുക്കണം. അപ്പോൾ നമ്മളോട് സ്പെഷ്യൽ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനത്തെ സ്പെഷ്യൽ വരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു സംഭവം, അതായത് റാമും മുട്ടി നമ്മൾ ചെയ്ത് നോക്കുകയാണ് എന്തായിരിക്കും നമ്മളെ അവസ്ഥ എന്നൊക്കെ നോക്കാം. അപ്പോൾ അത് നല്ല രീതിക്ക് മറ്റേ സാധനമായി വന്നിട്ടുണ്ടെന്നൊരു തോന്നലുണ്ട്. എനിക്കറിയില്ല ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് കേട്ടോ. വേറെ ഞാൻ അടുപ്പത്ത് നമ്മളെ ആ ഒരു എന്താ പറയുക ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുട്ട ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ഗ്യാസിലാണ് കത്തിക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്യാസൊക്കെ എന്താ പറയുക നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കണ്ടേ. അതായത് എന്താ പറയുക നമ്മളെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടേ. ഇങ്ങനെ തന്നെയല്ലേ അവൻ്റെ പുന്നടാവേ, ഫസ്റ്റ് തന്നെ പണി കിട്ടുകയാണല്ലോ കേസ്. അപ്പോൾ കേസ് അങ്ങനെ തീ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ റാം ഇടാൻ പോവാം കേട്ടോ. സെറ്റല്ലേ സാറേ? നമ്മൾ എന്താ പറയുക ചട്ടിയിൽ എണ്ണ വാർന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ചൂടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിക്ക് റാം ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇടല്ല നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. സാധനം ഇട്ട് നോക്കുകയാണ് ജസ്റ്റ്. അപ്പോൾ റാം ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കുറച്ചൊരു എണ്ണ ഒന്ന് പാർന്ന് നോക്കണ്ട അതിൻ്റെ മുകളിൽ കൂടെ. പൊട്ടിത്തെറിക്കോ കാണുന്നുണ്ട്. തീയത്തുണ്ട് കേട്ടോ. ഇനി ഉടായ്പാണെന്ന് പറയരുത് ഒരിക്കലും. സാധനം തീയത്തുന്നുണ്ട്. ഞാൻ നമ്മളെ മുട്ടൊന്ന് വേറെ നോക്കല്ലേ. നല്ല ഹീറ്റ് കയറുന്നുണ്ട്. നല്ല എപ്പടാ അറിയുന്നുണ്ട്. മുട്ട വേറെ നോക്കിയാലോ നമുക്ക്. ഹീറ്റായിട്ടില്ല. മുട്ട ചൂടാവാതെ ഹീറ്റായിട്ടില്ല കേസ്. കാണുന്നുണ്ടോ എണ്ണ കടന്ന് തിളക്കണുണ്ടോ? റാവിൻ്റെ മുകളിൽ നിന്നിട്ട് പുകയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു നോക്കണേ. നല്ല കരിഞ്ഞ പോകുന്നുണ്ട്. ഇതാണ് റാം മുട്ട എന്ന് കേട്ടിക്കണോ? ആ സംഭവമാണത്. ഞാൻ നോക്കി പിന്നെ ചൊറുക്കാല്ലേ, അടിപൊളിയല്ലേ? പക്ഷേ ഇങ്ങനത്തെ അടിപൊളി കിട്ടണം കഴിച്ച സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ചാനലിൻ്റെ ആ ഒരു സബ്ബിങ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്തിട്ട് അടിപൊളിയാക്കി തരിക. അപ്പോൾ എന്താ പറയുക നമുക്ക് ഇങ്ങനത്തെ അടിപൊളി സാധനങ്ങൾ വരാം. ഇത് സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇത് ഹീറ്റായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അതായത് ചൂടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ ഹീറ്റാക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു മുട്ട പൊരിച്ചത് കേട്ടോ. ഒന്ന് പൊരിച്ചോക്കാം, മൊത്തമായിട്ടൊന്ന് കത്തിച്ചോക്കട്ടെ. ഗൈസ് റാമൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇതേ കൊണ്ടുപോയി കളയട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനമൊക്കെ അവിടെ കേൾക്കാതെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ മനുഷ്യൻ്റെ ഊപ്പാട് ഒടിച്ചളി. ഇതൊന്ന് പോയിട്ടേ കളയട്ടെ. അതെ നമ്മളെ റാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് കേട്ടോ. കാണിച്ചു തരാവേ. കുറേ 1-2 എണ്ണമൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ.
ആണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ കപ്പാസിറ്റർ മൊത്തം പോയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് കപ്പാസിറ്ററും റെസിസ്റ്ററൊക്കെ ഉള്ളായിരുന്ന ഭാഗം. ഇത് ഇതിൻ്റെ IC വരുന്ന ഭാഗമാണ്. ഓക്കെ, ഇത് ഇതിൻ്റെ ബോർഡാണ് PCB. ഇത് പിന്നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ. ഈ ഒരു IC-യിലാണ് എന്താ പറയുക റാം എന്ന് പറയുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ പാടെ കൂടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എന്താ പറയുക ഇതാണ് ഈ ഒരു പിന്നോട്ട് കണ്ടങ്ങൾ ഈ ഒരു സാധനങ്ങൾ കണ്ടോ, ഇത് ലെഡാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഈ ഒരു സാധനം, ഈ ഒരു IC ഇതിൻ്റെ മുകളിലാണ് ഇരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയൊക്കെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്നാണ്ട് ശരിക്കും കിട്ടണില്ല. അപ്പോൾ ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ ഇത് അതിലേക്ക് പിൻ ചെയ്യണ ഭാഗം. അതായത് നമ്മളെ ഇതേമാതിരിക്കത്തൊരു സ്ലോട്ട് നമ്മളെ എന്താ പറയുക സിസ്റ്റത്തിൻ്റെ ഒരു ഉള്ളിലുണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ പിൻ ചെയ്യണ ഭാഗമാണ്. പിന്നെ പുറം ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാര്യമായിട്ടൊന്നും ചൂടായിട്ടില്ല തോന്നണം, ഹീറ്റായിട്ടില്ല തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഇതാണ് നമ്മളെ ഓംലേറ്റ് ചെയ്ത IC. ഇതുപോലെ തന്നെ ഹീറ്റായിട്ട് ചെറുതായിട്ട് ഈ കപ്പാസിറ്റി മൊത്തം പോയിട്ടുണ്ട്. കൂടുതൽ ഹീറ്റാക്കാൻ നമുക്ക് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അഥവാ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഞാൻ മൊത്തമായിട്ട് ഇരുന്ന് മൂഞ്ചും. അപ്പോൾ കൂടുതലായിട്ട് ഹീറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ നല്ല മുട്ട പാർന്നിട്ട് നല്ല എന്താ പറയുക സ്മെല്ലും കരിഞ്ഞിട്ട് അങ്ങോട്ട് പുകഞ്ഞിക്കണ്. അത്രയ്ക്ക് കരിയലും പുകച്ചിലൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും സാധനം എങ്ങനെയുണ്ട് എന്നുവെച്ചാൽ ഇതിന് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ഒരു സാധനം ഒരു 1000 രൂപയുടെ ഉള്ളിലുണ്ട് റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സാധനം ഞാനൊരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഒറ്റ വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അടുത്തിട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ വേറെ എടുത്ത് വെച്ചു തന്നെ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് സാധനം, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ മച്ചാമാരെ, നിങ്ങളെല്ലാവരും റാം ഓംലേറ്റ് അടിക്കുന്ന വീഡിയോ കണ്ടിട്ട് അടിപൊളിയായിട്ട് മൂഞ്ചി തെറ്റിയിരിക്കുകയാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 800-850 റുപ്യേൻ്റെ അടുത്തൊക്കെ റേറ്റ് വന്നതിനെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. 1 GB സാധനമാണ്. അതുപോലെ തന്നെ ഇതാണ് പിന്നെ ഓംലേറ്റ് അടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടും പിന്നോട്ടിൽ നിന്നൊക്കെ വിട്ടു പോകുന്നു, PCB എന്നൊക്കെ വിട്ടു പോകുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ് അടിക്കാം. ഇന്ന് വന്നിട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് വെറൈറ്റി ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ, സി യു. നമ്മുടെ ടെക് ടാൽക്ക് വിത്ത് ഷാൻ്റെ Instagram പേജ് ഉണ്ട്. ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെന്നിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തിരിച്ചും എനിക്ക് അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ഓരോ കിടിലാസ്കി വീഡിയോസുകൾ നമ്മളെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ, സി യു.